അസ്സലാമു അലൈക്കും എവരിവൺ. ഇന്ന് കുറച്ച് ബിസിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് ഷോപ്പിലോട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ വേസ്റ്റ് ബിന്ന് എംപ്റ്റി ആയിട്ടുണ്ട്, അത് തിരിച്ചെടുത്ത് കൊടുന്ന് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഗാരേജിനകത്തെ, നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഗാരേജുണ്ട്. അതിനകത്ത് ഞാൻ ചെറിയ ഫ്രീസറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ചില സമയത്ത് ഷോപ്പിലോട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നാൽ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഷോപ്പിലോട്ട് തന്നെ കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് എംപ്റ്റി ആക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ല. നമ്മുടെ ടോപ്പിക്കിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ നമുക്ക് വിശദമായിട്ട് കുറച്ചും കൂടെ സംസാരിക്കാം. നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി ഓഫ് വിമൺ ആണ്. നമ്മൾ മനസ്സിലാക്കുന്ന സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് ശീലിച്ച സൗന്ദര്യമല്ല ശരിക്ക് സ്ത്രീക്ക് എന്ന് മനസ്സിലാക്കാൻ പ്രായം എടുത്തു എന്നുള്ളതാണ്. വളർന്നപ്പോഴാണ് അതിന് സാധിച്ചത്. നമ്മൾ ഒരുപാട് ഔട്ടറായിട്ടുള്ള ബ്യൂട്ടിയിൽ വിശ്വസിച്ചിരുന്നു. വെളുത്ത മുഖത്തിനും വിടർന്ന കണ്ണുകൾക്കും നീണ്ട മുടിക്കൊക്കെ നല്ല പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിലൊന്നും ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായത് വലുതായപ്പോഴാണ്. ഒരു സ്ത്രീയുടെ ഭംഗി എന്ന് പറയുന്നത് അതവളുടെ അപ്പിയറൻസിലല്ല, അതവളുടെ ക്യാരക്ടറിലാണ്, അവളുടെ കൈൻഡ്നെസ്സിലും കോൺഫിഡൻസിലുമാണ്. അവളെങ്ങനെ അവളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതും മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് അവളുടെ ബ്യൂട്ടീനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു നല്ല സ്ത്രീക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അവൾ സെൽഫ് ലവ് ഉണ്ടായിരിക്കും, അവൾ ഭയങ്കര അട്രാക്റ്റീവ് ആവും മറ്റുള്ളവർക്ക്. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നല്ല കരുത്തുള്ളവരായിരിക്കും. നല്ല എബിലിറ്റി ടു റേസ് ആഫ്റ്റർ ഫെയിലിയർ ടു സപ്പോർട്ട് അതേഴ്സ് ഈസ് എ പവർഫുൾ ഫോം ഓഫ് ബ്യൂട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഭയങ്കര കഴിവായിരിക്കും തളർച്ചയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരാനും മറ്റുള്ളവർ തളരുമ്പോൾ കൈപിടിക്കാനൊക്കെ അവർക്ക് ഭയങ്കര കഴിവായിരിക്കും. നല്ല കരുണുള്ള സ്ത്രീകൾ, നല്ല സിമ്പിളായിട്ടുള്ള സ്ത്രീകൾ, നല്ല എലഗൻ്റായിട്ടുള്ള സ്ത്രീകൾ. ഈ സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവായ ക്ലോത്ത്സ് ഒന്നും നമ്മൾ ധരിക്കണം എന്നില്ല. നമ്മൾ ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മേക്കപ്പൊന്നും നമ്മൾ ചെയ്യണമെന്നേ ഇല്ല. നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല അറിവുള്ള സ്ത്രീ ആയിരുന്നാൽ മതി, നല്ല ഇൻ്റലിജൻ്റ് ആയുള്ള സ്ത്രീ ആയിരുന്നാൽ മതി. നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള സ്ത്രീകൾ നല്ല ബ്യൂട്ടിഫുള്ളായുള്ള സ്ത്രീകളാണ്. നല്ല സന്തോഷമായിരിക്കുന്ന സ്ത്രീകൾ, നന്നായി ചിരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഒരു സ്ത്രീയെ കൂടുതൽ ഭംഗിയുള്ളവളാക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ്, നമ്മളും അങ്ങനെ ആവാൻ ശ്രമിക്കണമെന്ന്. അപ്പം അങ്ങനെ ആവാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല, മുഴുവനായിട്ട് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റി തുടങ്ങിയിട്ടുണ്ട്. സംടൈംസൊക്കെ പിടുത്തം വിട്ട് പോകട്ടോ. സംടൈംസൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ കരയും. പക്ഷേ ഇരുന്ന് കരഞ്ഞാലും എണീക്കാനൊക്കെ തോന്നി തുടങ്ങി. ഒബ്വിയസ്ലി ബെറ്റർ ദാൻ ബിഫോറാണ്. നമ്മൾ വളരുന്നുണ്ട്, മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ സ്ത്രീയുടെ സൗന്ദര്യത്തിന് ഒരിക്കലും ഔട്ടറായിട്ടുള്ള അപ്പിയറൻസിന് ഒരു പ്രാധാന്യം ഇല്ല എന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ലൈഫിലൊരു സ്ത്രീയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെ കാണാൻ നല്ല സൗന്ദര്യമായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയായിരുന്നു. ഭംഗി എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റൊരു നിൽപ്പിൽ നമുക്ക് കണ്ടാൽ കൊള്ളാം അങ്ങനെ തോന്നൂലേ, അങ്ങനെ ഒരു ഭംഗിയുള്ള സ്ത്രീയായിരുന്നു അവർ. പക്ഷെ അവരായിട്ട് ഇടപഴകിയപ്പോൾ ഉണ്ടല്ലോ, അവർക്ക് യാതൊരുവിധ ഭംഗിയില്ല എന്ന് എനിക്ക് തോന്നി. മേ ബി അവരും വളർന്നിട്ടുണ്ടായിരിക്കും, അവരും പഠിച്ചിട്ടുണ്ടായിരിക്കും, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, അവർക്ക് മാറ്റങ്ങളൊക്കെ ഇന്നും വന്നിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ആ സ്ത്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു ഭംഗിയില്ലാത്ത അവസ്ഥയാണ്. ഒരു ഭംഗിയില്ലല്ലോ, അവരുടെ സ്വഭാവത്തിനൊരു ഭംഗിയില്ലല്ലോ, അവരൊരു സ്വാർത്ഥയായ സ്ത്രീ ആയിരുന്നല്ലോ, അങ്ങനെ ഒരു ചിത്രമാണ്.
നമ്മളൊരു മനുഷ്യനിൽ ഇടപഴകിയിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴേ അവരുടെ ലൈഫിൽ വീണ്ടും അങ്ങനൊരു സ്ത്രീയല്ലേ അവർ എന്ന് തോന്നുന്നത് എത്ര വർഷം കഴിഞ്ഞ് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോഴും മറ്റൊരാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറേ വർഷങ്ങളായിട്ടും മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ച് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പരാജയമാണ് കേട്ടോ. നമ്മളൊരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വളരെ വൃത്തികെട്ട രീതിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. പക്ഷെ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അവരെന്ന് നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കാതിരിക്കട്ടെ. ആ ഒരു രീതിയിലോട്ട് നമ്മൾ എത്തിപ്പെടാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നതിൽ ജീവിതത്തിൽ ഒരുപാട് പങ്കുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു വ്യക്തിയാവാൻ സാധിക്കട്ടെ.